ഈ ബലി അറുക്കുന്നതിന് പകരം ആ ക്യാഷ് നമുക്ക് പാവപ്പെട്ട ആളുകൾക്ക് നൽകാമോ? പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ജൂൺ മാസമാണ്, ഒരുപാട് ആളുകൾ കുട്ടികളെ സ്കൂളിൽ ചേർക്കാനും അങ്ങനെ പാവപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് സമൂഹത്തിൽ. നിങ്ങൾ ഈ ബലി അറുക്കുന്ന കാശ് അവർക്ക് ദാനം ചെയ്തുകൂടെ എന്ന് പലരും ചോദിക്കും. പ്രസക്തമാണ് ചോദ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബലികർമ്മം എന്ന് പറയുന്നത് ഇസ്ലാം നിശ്ചയിച്ച ഒരു ആരാധനാ കർമ്മമാണ്. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലൂടെ അതിൻ്റെ കൃത്യമായ രീതിയും മറ്റുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കപ്പെട്ട ഒരു പുണ്യകർമ്മമാണ്. ആ പുണ്യകർമ്മം, ആ ഇബാദത്ത്, അതിനെ നമ്മൾ മാറ്റിമറിച്ചിട്ട് അതിൻ്റെ ക്യാഷ് കൊണ്ട് സാധുക്കളെ സഹായിക്കുക എന്നതിലേക്ക് അതിനെ തിരിച്ചുവിടാൻ നമുക്കാർക്കും എന്തില്ല, അനുവാദമില്ല. അങ്ങനെയായിരുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കാലമായിരുന്നു. വളരെ ഞെരുക്കവും പ്രയാസവും ക്ഷാമകാലവും പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു വർഷവും പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ഈ വർഷം നിങ്ങൾ ഉദുഹിയത്ത് നിർവഹിക്കാൻ വേണ്ടി ഒരുക്കി വെച്ച പണം നിങ്ങൾ ഉരുവിനെ വാങ്ങി അത് നശിപ്പിക്കണ്ട, നിങ്ങൾ ഈ നാട്ടിൽ ക്ഷാമം അനുഭവിക്കുന്ന ആളുകൾക്ക് അത് കൊടുത്തിട്ട് അവരെ സഹായിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധുക്കളെ സഹായിക്കേണ്ടതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇസ്ലാം ഏറെ പ്രോത്സാഹനം നൽകിയ കാര്യമാണ്. അത് അതിൻ്റെ വഴിക്ക് നടക്കണം. എന്നാൽ ഇസ്ലാം നിശ്ചയിച്ച ആരാധനാ കർമ്മങ്ങളും ഇബാദാത്തുകളും അത് പഠിപ്പിക്കപ്പെട്ടതുപോലെ തന്നെയാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. അതുകൊണ്ട് ആ നിലക്കുള്ള യുക്തി, ഈ നിലക്കുള്ള ഇബാദാത്തുകളിൽ, ആരാധനാ കർമ്മങ്ങളിൽ ഒരു നിലക്കും പ്രസക്തമല്ല എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്.